നമസ്കാരം. നിങ്ങൾ വിചാരിക്കും ഞാൻ പുല്ലുവെല്ലാം പറിച്ച് പൈക്ക് കൊടുക്കാൻ പുല്ല് പറിക്കുന്നതാണ്. അതല്ല, നമ്മൾ ജൈവവളമാക്കി എടുക്കാൻ സഞ്ചിയിൽ ഇങ്ങനെ ആക്കി. ഇതിലിപ്പോൾ ഇഞ്ചി നടന്നതാണ്, ചേന നടന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇതൊക്കെ വൃത്തിയായാലും നടക്കും. നമുക്ക് ജൈവവളമാക്കൽ നടക്കും. ചണ്ടിയും തൂക്കുമെല്ലാം കണ്ടത്തുനിന്ന് പറമ്പത്തുനിന്ന് ഇങ്ങനെ എടുത്ത് ഇതിലിടുക. ഈ ലേശം വളപ്പൊടി ഒട്ടിച്ച് ഇതിൽ ഇഞ്ചി നിറക്കുക. ഇതാണ് പരിപാടികൾ. നമ്മൾ മണ്ണ് നിറക്കുക. ഇങ്ങനെ ലേശം മണ്ണ് നിറച്ചതിൻ്റെ ശേഷം ഇതിൽ ഇങ്ങനത്തെ ഓരോ ചേനയും വെക്കാം, നമുക്ക് ഇഞ്ചി വെക്കാം, പല ജാതി സംഗതികളും ഇതിൽ ഉണ്ടാക്കി എടുക്കാം. എന്നിട്ട് കൃഷി സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് ഫുള്ളായിട്ട്. കണ്ടെങ്കിൽ മൊത്തം എല്ലാ കൃഷികളും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളും കൃഷി സ്ഥലത്ത് കഴിഞ്ഞ് എല്ലാം സഞ്ചികളിലും അതുപോലെ തന്നെ പറമ്പിലും അപ്പോൾ എല്ലാം ഉണ്ടാക്കിയെടുക്കും. നമ്മൾ വരുമാനം കണ്ടെത്തുക. ഓരോരുത്തരുടെ വരുമാനങ്ങളും ബിസിനസ്സുകളും കണ്ടെത്തേണ്ടത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്താലും നമുക്ക് മൊത്തം നല്ല ഇനം കൃഷികൾ ഉണ്ടാക്കി നല്ല ആദായം ഉണ്ടാക്കിയെടുക്കാം. കോവക്ക കണ്ടങ്ങൾ ഇത് പടക്കുന്നുണ്ട്. കോവക്ക കൃഷി നമ്മൾ ഇതിൻ്റെ ഇടാടിയിൽ കൂടിയെല്ലാം മൊത്തം നമുക്ക് കോവക്ക കൃഷി ഒരു മെരട് 2-3 മെരടും എല്ലാം നട്ടാൽ ഇതിപ്പോൾ പുതുമഴ നല്ലോണം പൊടിച്ച് പന്തലിട്ട് കൊടുത്ത് അതിന്മേൽ നമുക്ക് കാറ്റിയെടുക്കുക. അതുകൊണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉണ്ടെടുത്ത് അതിൽ ചാണകം കലക്കി ഒഴിച്ചാൽ നല്ലോണം നല്ല കായ് ഫലം കിട്ടും. വിഷം വേലേറുമാണ്. ഇതുകൊണ്ട് വല്ല വേലേറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന്. അപ്പം എല്ലാവരും കണ്ടെത്തിക്ക് നിങ്ങൾക്ക് കാസൻ്റെ സ്ഥലം വേണ്ടു കണക്കിർത്ത് കൃഷി ചെയ്യും. ഇതുണ്ടെങ്കിൽ ഇതൊരു കാസൻ്റെ അളിയ ചെറിയൊരു കണ്ടം. ഈ എന്തെല്ലാം കൃഷി ഉണ്ടെങ്കിൽ നമ്മൾ നോക്കി എല്ലാം കറി കാസൻ്റെ സ്ഥലം ഉണ്ടെങ്കിൽ അതിമനോഹരമായി ഗംഭീരമായിട്ട് എല്ലാ കൃഷിയും ചെയ്ത് മുന്നേറ്റങ്ങൾ നടത്താം.